ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുമ്പം നമ്മൾ അങ്ങനത്തെ എലമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാർബൺ നോക്കിക്കോളൂ, റിയാക്റ്റൻറ്റ് സൈഡിൽ ഒരൊറ്റ കാർബണേ ഉള്ളൂ അല്ലേ, അതായത് ഒരൊറ്റ കോമ്പൗണ്ടിലേ കാർബൺ ഉള്ളൂ, ഇവിടെയും ഒരൊറ്റ കോമ്പൗണ്ടിൽ മാത്രമേ കാർബൺ ഉള്ളൂ. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ഹൈഡ്രജൻ്റെ കാര്യം വരുമ്പോഴും ഇവിടെ ഒരൊറ്റ എലമെൻറ്റ് ഒരൊറ്റ കോമ്പൗണ്ടിലേ ഉള്ളൂ, ഇവിടെ 6 എണ്ണം ഉണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണമേ ഉള്ളൂ. സോ നമുക്ക് എന്തിട്ട് കൊടുക്കാം, 3H2O എന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഓക്സിജനിലേക്ക് വരുവാണ്. ഇവിടെ 7ഉം 2ഉം 14 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 7ഉം 2ഉം 14 ഓക്സിജൻ ഉണ്ട്. അതേപോലെ ഇവിടെ 3 ഓക്സിജൻ ആണുള്ളത്, നമുക്ക് മൊത്തം 17 ഓക്സിജൻ ആണ്. ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, 17 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് 2 ഓക്സിജൻ ആണുള്ളത്, ഇവിടെ 2ഉം 2ഉം നമുക്ക് 4 ഉള്ളൂ. നമുക്ക് ആവശ്യം എന്താണ്, 14 ഓക്സിജൻ ആണ് നമുക്ക് ആവശ്യം.